റൂണി ബാഡ്ജി ടു ബാഴ്സലോണ അതൊരു കിടിലൻ സൈനിങ് തന്നെ ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റും ബാഴ്സലോണ സ്റ്റോറീസുമാണ് ഈ വീഡിയോയുടെ ഒരു ഐതിഹ്യം. സോ വെൽക്കം. ആൻഡ് കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് വരികയാണ് കേട്ടോ. ഈ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ കാര്യത്തിൽ ബാഴ്സലോണ കുറച്ച് കാലമായിട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു സ്ലോ മോഷൻ സിനിമകൾ കാണുന്ന പോലെയാണ്. ഭയങ്കര പതുക്കെ അവരുടെ ഡിസിഷൻസ് വരുള്ളൂ. എന്നാൽ റൂണിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് കേട്ടോ. സ്വീഡിഷ് മെസ്സി എന്ന് പേരുള്ളവനാണ്. ആൻഡ് 2023 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ എടുത്തിട്ടുള്ള ഒരു ഗോള് മാത്രമേ ഞാനൊരു റെഫറൻസ് ആയിട്ട് വെക്കുന്നുള്ളൂ പുള്ളി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. നല്ല ഒന്നാം തരം റൈറ്റ് വിങ്ങർ ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ നല്ലൊരു സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. യങ് പ്ലെയർ ആണ്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം അറ്റാക്കിങ്ങിലേക്ക് പോകുന്ന ഒരു ടീമിലേക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ റൂണി. ആൻഡ് ഇനി ബാഴ്സലോണയുടെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്കോ വില്യംസിന്റെയും ബാഴ്സലോണയുടെയും കാര്യം അവർ തമ്മിൽ ടേംസ് ആയിട്ടുണ്ടെങ്കിലും ഇതുവരെയും കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊരു ഉറപ്പില്ലാത്തതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിക്കോയുടെ ക്ലബ്ബ് എന്തായാലും ലാലിഗയോട് പറഞ്ഞിരിക്കുന്നത് 1:1 ഒക്കെ നടക്കുന്നുണ്ടോ, കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും ആ ഒരു സ്ലോ മോഷൻ ഉണ്ടല്ലോ, അത് പിന്നെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ എൻ്റെ ചോദ്യം, ഇപ്രാവശ്യത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ബാഴ്സലോണയെ കുറിച്ച് എന്താണ് തോന്നുന്നത്? 2-3 കിടിലൻ സൈനിങ്ങുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് അതുപോലെ കുറേ പ്ലേയേഴ്സിനെ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ആരെ വാങ്ങണം, ആരെയൊക്കെ വിൽക്കണം, എന്ത് തോന്നുന്നു?